ആദ്യമേ പറയട്ടെ, സ്വന്തം ജീവിതത്തിനും ആഗ്രഹങ്ങൾക്കും ദോഷമായി ആര് നിന്നാലും ഒരു തരത്തിലും നിങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ, ആഗ്രഹങ്ങൾക്ക് എതിരെ നിൽക്കുകയാണെങ്കിൽ, ആ ചങ്ങലകൾക്കുള്ളിൽ നിന്നും പുറത്ത് ചാടാനുള്ള ഒരു മനസ്സ് നിങ്ങൾ ആദ്യം നേടിയെടുക്കുക. അതല്ല, നിങ്ങൾ ഒത്തിരി കുറ്റപ്പെടുത്തലുകളിലൂടെയും തരം താഴ്ത്തലിലൂടെയും അടുപ്പമുള്ളവരുടെ തന്നെ അടിമയായി ആണ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, നിങ്ങൾ അവരുടെ പരിഹാസ വാക്കുകളെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റണം. ആരും ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കേണ്ടുന്ന ഒരു ആവശ്യവുമില്ല. അതിന് തക്ക തെറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. ഒരാൾ നിങ്ങളെ നിരന്തരം പരിഹസിക്കുകയാണെങ്കിൽ, ഒന്നുകിൽ നിങ്ങളിൽ നിന്നൊരു നേട്ടം ആഗ്രഹിക്കുന്നു ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിലെ തോൽവിയെയും ഭയത്തെയും നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നതിനെ എല്ലാം തന്നെ വിമർശിക്കുന്നു, പരിഹസിക്കുന്നു. നിങ്ങൾ ആരുടെയും അടിമയാവാതിരിക്കുക. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ സ്വന്തമായി ഒരു കാഴ്ചപ്പാടും അഭിപ്രായവും ഒരു ജീവിത ലക്ഷ്യവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങൾ തോറ്റെന്ന് വരാം. അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്തെങ്കിലും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൂടുതൽ കരുത്തോടെ പോവുക. നിങ്ങളെ ഇഷ്ടമല്ലാത്തവരെ വെറുക്കാനും വെറുപ്പിക്കാനും നിൽക്കേണ്ട. പകരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നോക്കുക. ആ വഴി മാത്രമേ നിങ്ങളുടേതായ വില നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് ഗുണമുള്ളതും ആയി മാറുകയുള്ളൂ. വിമർശനങ്ങളെയും വിമർശിക്കുന്നവരെയും മനസ്സിൽ കുറിച്ചു വെച്ച് വിജയത്തിലേക്ക് മുന്നേറുക. തീർച്ചയായും നിങ്ങൾ അനുഭവിച്ച വേദനകൾ അവരെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു വേദിയും നിങ്ങൾക്കായി കാലം കരുതി വെക്കും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.